ഇക്കൊല്ലത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിക്കുകയാണ് തത്സമയം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം റെഗുലർ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 3,66,139. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 3,05,262. വിജയശതമാനം 83.37. സ്കൂൾ കേരള ഓപ്പൺ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 69,600. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 20,193. വിജയശതമാനം 31.89. റെഗുലർ വിദ്യാർത്ഥികളുടെ കോമ്പിനേഷൻ അടിസ്ഥാനത്തിലുള്ള വിജയശതമാനം സയൻസ് 86.25%, ഹ്യൂമാനിറ്റീസ് 75.25%, കോമേഴ്സ് 83.96%, ടെക്നിക്കൽ 79.08%, ആർട്ട് 86.08%. സ്കൂൾ വിഭാഗം അനുസരിച്ച് 80.69% വിജയം, എയ്ഡഡ് മേഖല 87.06%, സ്പെഷ്യൽ സ്കൂൾ 97.4%, ടെക്നിക്കൽ 79.08%, ആർട്ട് 86.08%. റിസൾട്ടിൻ്റെ ചില വശങ്ങൾ കൂടി. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല 87.22% കണ്ണൂർ. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല 77.65% പത്തനംതിട്ട. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 83. അതിൽ സർക്കാർ സ്കൂളുകൾ 8, എയ്ഡഡ് സ്കൂളുകൾ 21, സ്പെഷ്യൽ സ്കൂൾ 7. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 53,703 പേർ. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല വയനാട് 8,854 പേർ. മുഴുവൻ A+ നേടിയ കുട്ടികളുടെ എണ്ണം 11,829. 1200 മാർക്കും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണം 153. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹമാക്കിയ ജില്ല എറണാകുളം 1,261 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സ്കൂൾ SVHSS പാലേമേട് മലപ്പുറം 738 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ GHSS തിരൂരങ്ങാടി മലപ്പുറം 626 പേർ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ എയ്ഡഡ് സ്കൂൾ SVHSS
പാലിയമേട് മലപ്പുറം 738. പ്രധാനപ്പെട്ട 1-2 തീയതികൾ. സേ പരീക്ഷ, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതിനപേക്ഷിക്കാനുള്ള അവസാന തീയതി 22/5/2017. സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് 7/6/2017 മുതൽ 13/6/2017 വരെ. പ്രായോഗിക പരീക്ഷ 30/5/2017, 31/5/2017. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25/5/2017. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഹയർ സെക്കൻഡറിയിൽ ഈ വർഷത്തെ 1-ാം വർഷ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം മെയ് മാസത്തിൽ തന്നെ നടത്തുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം. റെഗുലർ വിഭാഗം. ഇതിലാകെ പരീക്ഷ എഴുതിയവർ 29,427 ആണ്. അതിൽ പാർട്ട് 1, 2, 3 ഇതെല്ലാം വിജയിച്ചവർ 23,983, അതായത് 81.5%. പാർട്ട് 1ഉം 2ഉം വിജയിച്ചവർ 25,540, വിജയശതമാനം 86.79. ഏറ്റവും ഉയർന്ന വിജയശതമാനം നേടിയ ജില്ല പാർട്ട് 1, 2, 3 അതിലേറ്റവും കൂടുതൽ വിജയശതമാനം നേടിയത് തിരുവനന്തപുരം. പാർട്ട് 1ഉം 2ഉം ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട്. ഏറ്റവും കുറഞ്ഞ വിജയശതമാനം നേടിയ ജില്ല പാർട്ട് 1, 2, 3ഉം പാർട്ട് 1, 2ഉം രണ്ടിലും പത്തനംതിട്ട. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം പാർട്ട് 1, 2, 3 31 സ്കൂളുകൾ. പാർട്ട് 1, 2 എല്ലാ വിദ്യാർത്ഥികളും ജയിപ്പിച്ചത് 46 സ്കൂളുകൾ. അതിൽ സർക്കാർ സ്കൂളുകൾ പാർട്ട് 1, 2, 3 വിജയിച്ചത് 24 സ്കൂളുകൾ. പാർട്ട് 1, 2 ജയിച്ചത് 36 സ്കൂളുകൾ. എയ്ഡഡ് സ്കൂളുകളിൽ പാർട്ട് 1, 2, 3 എല്ലാ വിദ്യാർത്ഥികളും ജയിച്ചത് 7 സ്കൂളുകൾ. പാർട്ട് 1, 2 എല്ലാ സ്കൂളുകളെയും വിജയിപ്പിച്ചത് 10 സ്കൂളുകൾ. ബധിര മോഗ സ്കൂൾ GVHSS കുന്നംകുളം, അതും പാർട്ട് 1, 2, 3 അതിൽ 100% വിജയം കരസ്ഥമാക്കി. സേ പരീക്ഷ പറഞ്ഞില്ലേ? അവർക്ക് ചോദിക്കാം. +2 VHSE പരീക്ഷാഫലം തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. 83.37 ആണ് വിജയശതമാനം. +2-ൽ സയൻസിൽ 86.25%, ഹ്യൂമാനിറ്റീസിൽ 76, കൊമേഴ്സിലേക്ക് വരുമ്പോൾ വീണ്ടും 80-ന് മുകളിൽ ശതമാനത്തിൽ വിജയം. ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല കണ്ണൂരാണ്, 87.72%. കുറഞ്ഞത് പത്തനംതിട്ട 77.65%. 83 സ്കൂളുകൾ 100% വിജയം നേടി. 11,000 ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കുമില്ല. എല്ലാ റിസൾട്ടും നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ അല്ലേ? +2 VHSE പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഏതായാലും 83.37% +2-ൽ പരീക്ഷയുടെ വിജയശതമാനം. ഒപ്പം തന്നെ VHSEയിൽ 81.57%
വിജയശതമാനം ഉണ്ടായിരിക്കുന്നു. സേ പരീക്ഷ ജൂൺ 7 മുതൽ 13 വരെയുള്ള തീയതികളിൽ നടക്കും. +2 ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ജില്ല കണ്ണൂരാണ്, 87.72%. ഒപ്പം തന്നെ കുറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലാണ്, 77% പത്തനംതിട്ട ജില്ലയിലെ വിജയശതമാനം. 11,829 സ്കൂളുകൾ A+ നേടി. അതിൽ 11,829 കുട്ടികൾ A+ നേടി. അതിൽ തന്നെ 1,200-ൽ 1,200 മാർക്ക് നേടിയത് 153 കുട്ടികൾക്കാണ്. ഒപ്പം താരതമ്യേന ഭേദപ്പെട്ട വിജയശതമാനം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഏതായാലും ഇനി പരീക്ഷാ ഫലം വന്നിരിക്കുന്നു. ഇനിയുള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കാം അവരുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങൾ, ഒപ്പം അവരുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതെങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കാം തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകും. ഏതായാലും അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ഒരു അതിഥി കൂടി, വളരെ ഈ വിഷയത്തിൽ ഒരുപാട് പ്രാഗൽഭ്യമുള്ള ഒരു അതിഥി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കരിയർ കൺസൾട്ടൻ്റായ ശ്രീ ലവകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, സ്വാഗതം നമ്മുടെ പരിപാടിയിലേക്ക്. ആദ്യമായിട്ട് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു വിജയശതമാനം എന്ന് വിലയിരുത്താൻ കഴിയുമോ നമുക്ക്? തീർച്ചയായും. കാരണം വിജയശതമാനം നല്ല വിജയശതമാനമാണ്. പ്രത്യേകിച്ച് 100% റിസൾട്ട് A+ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. എല്ലാത്തിനും A+ കിട്ടിക്കഴിഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് തന്നെ ഇതിൻ്റെ ടോപ്പ് സ്കോറിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക്, ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടിക്ക് തന്നെ ബിറ്റ്സാറ്റ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ ഇവർക്ക് ഡയറക്റ്റ് അഡ്മിഷനാണ്. അതും ഫുൾ സ്കോളർഷിപ്പോടുകൂടി, ഇൻസ്പയർ സ്കോളർഷിപ്പോടുകൂടി, വാർഷികം 80,000 രൂപ സ്കോളർഷിപ്പോടുകൂടിയുള്ള അഡ്മിഷൻ അവർക്ക് ലഭ്യമാകും. അത് ഡയറക്റ്റ് ലഭിക്കുകയാണോ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അപ്ലൈ ചെയ്യണോ? അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അവർ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞു. ആ എൻട്രൻസ് ടെസ്റ്റിന്റെ മാർക്കൊന്നും ഒരു പ്രാധാന്യമേ അല്ല. ഈ +2 മാർക്കാണ്. +2 മാർക്കിന്റെ ടോപ്പ് സ്കോർ, ഫസ്റ്റ് റാങ്ക് ആണ്. അതുപോലെ കഴിഞ്ഞ വർഷം 95% സ്കോർ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഐസറിൽ നേരിട്ട് അഡ്മിഷൻ ആയിരുന്നു. നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ ഷീജ കൂടി ചേരുന്നുണ്ട് സമഗ്രമായ ഒരു ചിത്രം പങ്കുവയ്ക്കാനായി. ഷീജ, 83.37% +2ന്റെ വിജയശതമാനം. ഒപ്പം തന്നെ VHSCയിൽ 81 സംതിങ്ങും ഉണ്ട് വിജയശതമാനം. എങ്ങനെ വിലയിരുത്താം നമുക്ക് ഈ പരീക്ഷാ ഫലത്തെ? മനു, തീർച്ചയായും കഴിഞ്ഞ വർഷത്തെക്കാളും വിജയശതമാനം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വർഷം വിജയശതമാനം എന്ന് പറയുന്നത് +2 ഹയർ സെക്കൻഡറിക്ക് വിജയശതമാനം 83.37%. 3,66,139 പേർ പരീക്ഷ എഴുതിയതിൽ 3,05,262 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം എന്ന് പറയുന്നത് 80.94 ആയിരുന്നു. ഒന്നാം വർഷ പരീക്ഷയുടെ സ്കോറുകൾ കൂടി കണക്കിലെടുത്താണ് പരീക്ഷാഫലം നിർണയിച്ചിരിക്കുന്നത്. ഇതിൽ 1,95,681 പെൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 1,75,920 പേർ വിജയിച്ചിരിക്കുന്നു. പെൺകുട്ടികളുടെ വിജയശതമാനം എന്ന് പറയുന്നത് 89.9%. മറ്റൊന്ന് സയൻസ് ആൺകുട്ടികളുടെ വിജയശതമാനം 75.87%. സയൻസ് വിദ്യാർത്ഥികളുടെ വിജയശതമാനം എന്ന് പറയുന്നത് 86.25%. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ഇത് 75.25% വിജയശതമാനം. കൊമേഴ്സ് വിഭാഗത്തിൽ 83.96 എന്നതാണ് വിജയശതമാനം. ഇത്രയും പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിരിക്കുന്നു. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ അർഹത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 11,829 വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ ഗ്രേഡോടുകൂടി ഉന്നത പഠനത്തിന് അർഹത നേടിയത്. ഇതിൽ 8,604 പേർ പെൺകുട്ടികളും 3,225 പേർ ആൺകുട്ടികളുമാണ്. സയൻസ് വിഭാഗത്തിൽ 9,574 പേർക്കും, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 532 പേർക്കും, അതോടൊപ്പം തന്നെ കൊമേഴ്സ് വിഭാഗത്തിൽ 1,662 പേർക്കുമാണ് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടി വിജയിച്ചിട്ടുള്ളത്. ഏതായാലും വിജയശതമാനം ഇത്തവണ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിലായാലും VHSCയുടെ കാര്യത്തിലായാലും VHSCയുടെയും വിജയശതമാനം ഇത്തവണ ഉയർന്നിട്ടുണ്ട്. 81.5% ഇത്തവണത്തെ വിജയശതമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഇത് 79.3%. ഏതായാലും പരീക്ഷകൾ ഈ ജൂൺ 7 മുതൽ 13 വരെയായി നടക്കും. ഇതിന് 22-ാം തീയതിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. റീവാലുവേഷൻ നടക്കുക
ഈ മാസം 25-ായിരിക്കും. മനു, ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും റിസൾട്ടിന്റെ സമഗ്രമായ ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 83.37% വിജയം +2-ൽ. ഒപ്പം തന്നെ VHSCയിൽ 81.57%. മികച്ച വിജയ ശതമാനം തന്നെ രണ്ട് വിഭാഗങ്ങളിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെക്കാളും വിജയ ശതമാനം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനിയുള്ള സംശയങ്ങൾ, ഇനി എന്ത് ചെയ്യണം കുട്ടികൾ, അവരുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കരിയർ കൺസൾട്ടന്റ് ആയ ശ്രീ ലവകുമാർ, അദ്ദേഹം നമ്മോടൊപ്പം കൂടുതൽ കുട്ടികളുടെ അറിവിലേക്കായി കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ലവകുമാർ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ബിഡ് സ്കോളർഷിപ്പിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇത്തവണ 153 കുട്ടികൾക്ക് 1200 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 153 പേർക്കും ആ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാകുമോ? അവർക്ക് ഇതിനകത്ത് ബിഡ് സാറ്റില് ഓരോ നമ്മുടെ രാജ്യത്തിലുള്ള വിവിധ ബോർഡുകളുണ്ട്. അപ്പോൾ നാഷണൽ ബോർഡുകളുണ്ട്, സ്റ്റേറ്റ് ബോർഡുകളുണ്ട്. ഓരോ ബോർഡിൽ നിന്നും ഒരു വ്യക്തിക്ക് ആ ബിഡ് സാറ്റിൽ അഡ്മിഷൻ ലഭിക്കും. ഫുൾ സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ ലഭിക്കും. എന്നാൽ ഈ 153 പേർക്കും തന്നെയും ഇവിടെ ഇന്ത്യയിലെ ഐസർ സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്ന 7 എണ്ണമുണ്ട്. അതിൽ ഒരു ഐസർ കേരളത്തിൽ ട്രിവാൻഡ്രത്തുമുണ്ട്. ഈ 7 ഐസറിലും അഡ്മിഷൻ ലഭിക്കുന്നത് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ അഡ്വാൻസ്ഡ് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഇവിടെ അവരൊരു ഓരോ വർഷവും ടോപ്പ് മാർക്ക് ഫിക്സ് ചെയ്യും. കഴിഞ്ഞ വർഷം 95% ആയിരുന്നു. ആ 95% കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം ഒരു മാർക്ക് ഫിക്സ് ചെയ്യും. അതിനോടനുബന്ധിച്ച് മാർക്കായിരിക്കും. അത് ഫിക്സ് ചെയ്ത് ആ മാർക്ക് റേഞ്ചിൽ വരുന്ന കുട്ടികൾക്ക് നേരിട്ട് ഐസറിൽ അഡ്മിഷൻ ലഭിക്കും. നേരിട്ട് ഐസറിലോട്ട് പോകാം. അപ്പോൾ അവിടെ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന കുട്ടികൾക്കാണ്. പിന്നെ മെയിനായിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ വേണ്ടി അവർ നേരത്തെ തയ്യാറെടുത്ത് കഴിഞ്ഞു. അവർക്ക് എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി ചിലത് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നേരത്തെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ കാര്യം ആ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം അത് ഒരു പൂർത്തിയാകും. ഇപ്പോൾ തന്നെ കീമിന്റെ റിസൾട്ട് ഔട്ട് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റിസൾട്ട് നമ്മുടെ +2ന്റെ റിസൾട്ടിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഔട്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഉടനെ അപ്ലോഡ് ചെയ്താലും പിന്നെ അത് റിസൾട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകാൻ വഴിയില്ല. കാരണം നാഷണൽ ബോർഡിന്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടില്ല. CBSEയോ ICSEയുടെ റിസൾട്ട് വന്നിട്ടില്ല. ആ റിസൾട്ടും കൂടെ വരുന്ന മുറയ്ക്ക് ഇത് ഔട്ടാകും. അപ്പോൾ എന്താ നമ്മുടെ കുട്ടികൾ ഒക്കെ ഉടൻ തന്നെ അവർക്ക് കിട്ടിയ മാർക്ക് അപ്ലോഡ് ചെയ്ത് കീമിൽ അപ്ലോഡ് ചെയ്യാം. അതായത് ഈ ഒരു മാർക്കും കൂടി അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുമോ എക്സാമിന്റെ കീമിന്റെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ 50%, പിന്നെ +2ന്റെ പരീക്ഷയുടെ 50%. അങ്ങനെ സ്കോർ എന്നിട്ട് ടോട്ടൽ റാങ്ക് ഉണ്ടാക്കുന്നത്. അത് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന് കഴിഞ്ഞ പ്രാവശ്യം 40% ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അതില്ല. ഫുൾ എൻട്രൻസ് എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റ് ബേസ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻട്രൻസ് എക്സാമിനേഷൻ എല്ലാം ആയി കഴിഞ്ഞു. പക്ഷേ ഇനി താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മേജർ എൻട്രൻസ് എക്സാമിനേഷനിൽ പ്രൊഫഷണൽ കോഴ്സുകൾ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് മറ്റു ചില കോഴ്സുകൾ ഇനിയുണ്ട്. കോഴ്സുകൾ എന്താണെന്ന് നമുക്ക് വരും നിമിഷങ്ങളിൽ പറയാം സാർ. നമുക്കൊരു ചെറിയ ഇടവേള വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. കൂടുതൽ അതായത് നിലവിൽ എക്സാം എൻട്രൻസ് ഒക്കെ എഴുതാൻ കഴിയാത്തവർക്കുമുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന സന്തോഷപരമായ സൂചനകൾ തന്നെയാണ് നമുക്കുള്ളത്.